നട്ടപ്പാതിരക്ക് ജനലിന് മുട്ടുന്ന ഒച്ച കേട്ടപ്പോഴാണ് ജനൽ തുറന്ന് നോക്കിയത്. നോക്കുമ്പോൾ എന്താണ്ടേ നമ്മുടെ സുകുമാൻ. അപ്പോൾ പുറത്ത് നോക്കിയപ്പോൾ അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൻ ഈ വെപ്രാളം. മഴ എന്ന് കാണുമ്പോഴേ അവന് വെപ്രാളം തുടങ്ങും. പിന്നെ ഒരേ കരച്ചിലും നമ്മളെ റൂമിൻ്റെ അടുത്ത് വന്ന് ഒരേ മുട്ടലായിരിക്കും. ചിലപ്പോഴൊന്നും നമ്മൾ അറിയാറില്ല. ഇപ്പോൾ പാതിരക്കൊക്കെ മഴ പെയ്താൽ പിന്നെ അറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള ദിവസമാണെങ്കിൽ ഇവൻ രാവിലെ പണിയൊപ്പിച്ച് വെക്കും. അതൊരു ദിവസം വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. നമ്മളെ ഡ്രസ്സൊക്കെ ആറിയിട്ട് കഴിഞ്ഞാൽ എടുത്ത് അവനെല്ലാം മുറ്റത്തിട്ട് ചവിട്ടി കുരട്ടി എനിക്ക് പണിയാക്കി വയ്ക്കും. അപ്പോൾ ഇങ്ങനെ അറിയുന്ന ദിവസമാണെങ്കിൽ ഞാൻ വാതിൽ തുറന്നു കൊടുക്കും. കാരണം പുറത്ത് ഷീറ്റൊക്കെ കെട്ടിയിട്ടുണ്ട്. എങ്കിലും അവന് മഴ ചാറ്റൽ മഴയാണെങ്കിൽ പോലും അവന് മഴ കാണുമ്പോഴുള്ള വെപ്രാളം എന്നും ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഡോറ് തുറന്നു കൊടുക്കാം. കാരണം നമ്മളൊക്കെ അകത്ത് മഴയത്ത് സുഖമായി കിടക്കുമ്പോൾ അവൻ പുറത്ത് മഴയത്ത് കിടക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അവനെ അകത്ത് കയറ്റി. അവനാണെങ്കിൽ സന്തോഷം കൊണ്ടാണോ എന്തോ പമ്പരം കണക്ക് തിരിയുന്നുണ്ട്. പിന്നെ അകത്താണെങ്കിലും ചങ്ങലൊക്കെ ഇടും കേട്ടോ. കാരണം വെച്ചാൽ 2 കാരണമുണ്ട്. ഒന്ന്, വീട്ടിലൊരു അണ്ണാനുണ്ട്. അപ്പോൾ അതിനെങ്ങാണ്ട് ഉപദ്രവിച്ചാലോ എന്നുള്ളൊരു പേടിയുണ്ട്. രണ്ടാമത്തെ കാര്യം, അവൻ റൂമിലേക്ക് ഇടയ്ക്കിലൊക്കെ കയറി കാര്യം സാധിച്ചു വയ്ക്കും. അതായത് അപ്പിയിട്ട് വയ്ക്കും, ഉള്ളും ഇതൊക്കെ ചെയ്ത് വെക്കും. അപ്പോൾ അതെനിക്കൊരു പണിയാണ്. അത് 2-3 വട്ടം അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ കണ്ടെത്തിയൊരു ഭയമാണ് ഈ ചങ്ങലക്കിടൽ. അതാകുമ്പോൾ അവിടെ തന്നെ അത്യാവശ്യം അവന് പോകണമെന്നുണ്ടെങ്കിൽ പോകാമല്ലോ. ഹാളിലായതുകൊണ്ട് എനിക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ 2-3 ബക്കറ്റ് എടുത്ത് കഴുകേണ്ട ആവശ്യമില്ല. കിടക്കയിലൊക്കെ ആകുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരുപക്ഷെ അവൻ കരയുന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ അറിയുന്നുണ്ടാവില്ലല്ലോ. അപ്പോൾ അവൻ ഇതുപോലെയെന്ന് വെച്ചാൽ നല്ല നീളത്തിലാണ് ചങ്ങല കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അവൻ 2-3 വട്ടമൊക്കെ ഇതുപോലെ ഹാളിൽ മൂത്രമൊഴിച്ച് വെച്ചായിരുന്നു. അതൊക്കെ പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അങ്ങ് വൃത്തിയാക്കും. വേറെ നിവൃത്തിയില്ലല്ലോ. പിന്നെ നമ്മൾ ഈ വാടകയ്ക്ക് താമസിക്കുന്നതുകൊണ്ടാണ് അതിന് പ്രത്യേകിച്ച് കൂടൊന്നും ഉണ്ടാക്കി കൊടുക്കാത്തത്. നമ്മളിങ്ങനെ മാറി മാറി പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ. പിന്നെ ഈ കാണുന്ന പാവത്താനൊന്നും അല്ല കേട്ടാ. ഇവിടെ ഏതെങ്കിലും ഒരാൾ, പരിചയമില്ലാത്ത ഒരാൾ വന്നാൽ മതി, അവരെ കുരച്ചു ഒട്ടിക്കും. അതാണ് സ്വഭാവം. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.